റോബ് മൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു പഞ്ചറായിട്ടുള്ള ഒരു ടയർ, അതായത് ഒരു വാഹനത്തിൻ്റെ ടയർ പഞ്ചറാവുകയാണെങ്കിൽ ആ ടയർ എങ്ങനെ മാറിയിടാമെന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് അറിയാവുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ പുതുമയായിരിക്കില്ല, പക്ഷേ ഇത് അറിയാൻ മേലാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്കൊരു സഹായമായിക്കോട്ടെ എന്നോർത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരു ഇടയ്ക്ക് എൻ്റെ ഓഫീസിൽ വെച്ച് ഒരു സായന്തന സമയത്ത് ഒരു 6 മണി 7 മണി സമയത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ മകളും കൂടെ കടന്നു വന്നിട്ട് എന്നോട് പറയുകയുണ്ടായി. അതായത് അവരുടെ വാഹനം ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, വാഹനത്തിൻ്റെ ടയർ പഞ്ചറായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് മാറാനായിട്ടുള്ള ഒരു സഹായം ചെയ്യാമോ, അവർക്ക് ടയർ മാറിയിട്ടുള്ള ഒരു പഞ്ചറായിട്ടുള്ള ടയർ മാറിയിട്ടുള്ള ഒരു പരിചയമില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇതേപോലെ അയ്യോ ഈ ടയർ പഞ്ചറായാലും അത് മാറാനായിട്ട് അറിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ എന്ന് ചിന്തിച്ചത്. ഞാൻ പോയി ആ ടയർ മാറിക്കൊടുത്തു. അതിനുശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം ഉണ്ടായത്. വാഹനം ഓടിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പഞ്ചറാകുകയും അത് മാറേണ്ട ഒരു സാഹചര്യമൊക്കെ. മിക്കവരും തന്നെ ചെയ്യുന്നത് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും മെക്കാനിക്കിനെ വിളിച്ച് വരുത്തി അതിൻ്റെ ടയർ ഊരിക്കൊണ്ടുപോയി അത് തിരിച്ച് കാറ്റടിച്ച് കൊണ്ടിരുന്ന പരിപാടിയാണ് ചെയ്യാറുള്ളത്. എല്ലാ സമയങ്ങളിലും മെക്കാനിക്കിനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ചില സമയങ്ങളിൽ നമ്മൾ വിജനമായിട്ടുള്ള ഏതെങ്കിലും പ്രദേശത്ത് പെട്ടുപോവുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് അറിയാവുന്നവരല്ലെങ്കിൽ വാഹനം കൊണ്ടു കിടക്കുന്നവർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ ടയർ മാറുക എന്നുള്ളത്. വാഹനത്തിൻ്റെ ടയർ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും പഞ്ചറാകും. ചില സമയങ്ങളിൽ റണ്ണിങ്ങിൽ ചിലപ്പം പഞ്ചറാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വാഹനത്തിൻ്റെ ടയർ പഞ്ചർ ആയിരിക്കുന്നത് കാണാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് ടയർ നമുക്ക് ഈ പഞ്ചറിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ആ സ്റ്റെപ്നി ടയർ എങ്ങനെ മാറാമെന്ന് നമുക്ക് നോക്കാം. പൊതുവേ റണ്ണിങ്ങിൽ ടയർ പഞ്ചറാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം വണ്ടി ചെറുതായിട്ടൊന്ന് ഒരു സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിയറിങ്ങിനകത്ത് ആ ഒരു വെട്ടലറിയാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ പെട്ടെന്ന് പരിഭ്രമിച്ച് പോവുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് അടിക്കാറുണ്ട്, പെട്ടെന്ന് റോഡിൻ്റെ സൈഡിലേക്ക് വെട്ടിച്ച് ഇറക്കാറുണ്ട്. അതായത് റോഡിൻ്റെ കട്ടിങ്ങിലേക്ക് നമ്മൾ വാഹനം ചാടിച്ചിറക്കാനൊന്നും ഒരിക്കലും പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വാഹനം കുറച്ച് നമ്മൾ ആത്മസംയമനം പാലിക്കുകയും വാഹനം കുറച്ച് വേഗത കുറയ്ക്കാനും നമ്മൾ ശ്രമിക്കുക. അതിന് ശേഷം നമ്മളൊന്ന് പരുതണം. ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നിരപ്പായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ട് വാഹനം പതുക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയർ മാറാനുള്ള പ്രക്രിയ ചെയ്യാം. ഇതേപോലെ തന്നെ എവിടെയെങ്കിലും പഞ്ചറായിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വാഹനത്തിൻ്റെ ടയർ നമുക്ക് മാറാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്കൊരു നിരപ്പുള്ള പ്രതലത്തിലേക്ക് ആദ്യം വണ്ടി എത്തിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ദൂരം നമ്മൾ പഞ്ചറായ ടയർ കൊണ്ടുള്ള വാഹനം ഓടിക്കാനായിട്ട് പാടില്ല. നമ്മൾ റണ്ണിങ്ങിലുള്ള വാഹനമാണെങ്കിൽ മാത്രം നമ്മൾ കഴിവതും ഏതെങ്കിലും റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കാനായിട്ടുള്ള കാര്യം ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഹസാർഡ് ലൈറ്റ് ഓണാക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ വാഹനം സൈഡിലേക്ക് റോഡിലേക്ക് ഇറക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്നതും ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാണ് നമ്മുടെ വണ്ടിക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ അലേർട്ട് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഹസാർഡ് ലൈറ്റ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ വാഹനം നിരപ്പായിട്ടുള്ളൊരു സ്ഥലത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിനകത്ത് ബാക്കിലുള്ള ഡിക്കി സ്പേസിനകത്ത് നമുക്ക് ഓൾറെഡി അതിനകത്ത് സ്പെയർ ടയർ മിക്ക കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിനകത്ത് ഒരു ജാക്കിൻ്റെ ഒരു സെറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്ക്രൂ ഡ്രൈവറും അല്ലെങ്കിൽ അങ്ങനെ സ്പാനർ 1-2 സാധനങ്ങൾ വാഹനത്തിൻ്റെ ഓൾറെഡി ടയർ മാറാനുള്ള സംവിധാനങ്ങൾ ബേസിക്കലി വാഹനത്തിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇതൊക്കെ നിങ്ങളുടെ വാഹനത്തിലുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാകുന്നു. കാരണം വാഹനം വിൽക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ വാഹനത്തിലുള്ളതാണ്. ഇത് കൂടാതെ 1-2 സാധനങ്ങൾ കൂടെ വേണം. കാരണം നമ്മൾ അഡീഷണലി വേണം, ഇത് നിർബന്ധമല്ല. പക്ഷേ ഒരു റെയിൻ കോട്ട് എപ്പോഴും വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു തടിയുടെ ഒരു കട്ട വാഹനത്തിനകത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ വാഹനം ഒരു പരന്ന പ്രതലത്തിൽ അല്ലെങ്കിൽ ഒരു നിരന്ന സ്ഥലത്തേക്ക് വാഹനം ഇട്ടതിന് ശേഷം ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. കാരണം വാഹനം പിന്നീട് മുമ്പോട്ടോ പുറകോട്ടോ റോൾ ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടാകരുത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടയറാണോ പഞ്ചറായിരിക്കുന്നത്, ഇപ്പോൾ മുമ്പിലത്തെ ടയറാണ് പഞ്ചറായിരിക്കുന്നത്, ബാക്കിലെ ടയറുകൾക്ക് നമ്മൾ റെഞ്ച് വയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അട വയ്ക്കണം. അപ്പം ഫ്രണ്ടിലത്തെ ടയറാണ്, ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ടയറാണ് പഞ്ചറായിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ബാക്കിലെ ടയറിൽ ഞാൻ കൊണ്ടുവന്ന് ഒരു അട വയ്ക്കണം. അതിന് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് നാടൻ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു തടിക്കട്ടയൊക്കെ നമ്മൾ എടുത്ത് വെച്ചാൽ മതി. ടയറാണ് പഞ്ചറായിരിക്കുന്നത് കേട്ടോ, കാറ്റൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ ടയറാണ് നമ്മൾ സ്റ്റെപ്നി ടയറുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലത്തെ ടയറിനൊരു അട വയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓൾറെഡി വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ എൻഗേജ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു സേഫ്റ്റിക്ക് വാഹനം നമ്മൾ ഉയർത്താനായിട്ട് പോവുകയാണ്. അപ്പം അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു അടക്കട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് സ്റ്റെപ്നി നമുക്ക് എടുക്കാം.
വാഹനത്തിൻ്റെ സ്റ്റെപ്പിനെ ഓൾറെഡി നമുക്കിവിടെ ഇരിക്കുന്നതായിട്ട് അറിയാം. അതുപോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ജാക്കും സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ മെയിൻ റോഡിൽ എവിടെയെങ്കിലാണ് കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് സേഫ്റ്റി ട്രയാങ്കിൾ നമുക്ക് റോഡിൽ നമുക്ക് വെക്കാം. കാരണം വാഹനങ്ങൾ രാത്രിയൊക്കെ ആണെന്നുകൊണ്ട് സേഫ്റ്റി ട്രയാങ്കിൾ വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് ഇവിടെ ഇതുണ്ട്, ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് നമുക്ക് ഊരിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ടയർ നമുക്ക് പൊക്കിയെടുക്കാം. അപ്പം ഇത് ടയർ ഞാൻ ഓൾറെഡി നിറച്ച് വെച്ചിരുന്ന ടയറാണ്, നല്ല ടയറാണ്. അപ്പോൾ ഈ ടയർ നമുക്ക് ഓൾറെഡി ഇവിടെ ഈ സൈഡിൽ കൊണ്ടുവന്ന് കുത്തിനെ നിർത്തരുത്, ചെരിച്ചിടണം, അല്ലെന്നുണ്ടെങ്കിൽ ടയർ ഉരുണ്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നമുക്ക് അടുത്തായിട്ട് എടുത്തേണ്ട വാഹനത്തിൻ്റെ ടൂൾ കിറ്റാണ്. ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചർ, ഈ ടയർ മാറാനുള്ള ടൂൾ കിറ്റ് ഓൾറെഡി വാഹനത്തിന് തരുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ കമ്പനികൾ തന്നെ തരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു ജാക്കി സെറ്റ്, അതിനായിട്ടുള്ള ലിവറുകളും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്. നമുക്കതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വീൽ കപ്പ് നമ്മൾ അഴിച്ചു മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വീൽ കപ്പ് നമ്മൾ അഴിച്ചു മാറ്റാനായിട്ട് ചില വീൽ കപ്പിനൊക്കെ എന്താ പറയുക, നമ്മൾ ടാഗ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിന് ടാഗില്ല. അപ്പോൾ ഇത് സാറിന് ഇത് വലിച്ചു കഴിഞ്ഞാൽ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എല്ലാത്തിനും വലിച്ചല്ല ഊരുന്നത്, ചിലത് നട്ടും ബോൾട്ടും ഉണ്ട്. അത് മിക്കതിനകത്ത് നിങ്ങൾ വാഹനത്തിനകത്ത് യൂസർ മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് അടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഈസി ആയിട്ട് വേണ്ട വലിച്ചഴിച്ചാനായിട്ട് പറ്റി. സാധാരണ ഇവിടെ ഒരു നമ്മളൊരു ടാഗും കൊണ്ട് കെട്ടുന്നതാണ്, പക്ഷേ ഇതെന്തുകൊണ്ടോ ഇതിൻ്റെ ടാഗ് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടയർ നമ്മൾ അഴിക്കാനായിട്ട് നമ്മൾ പോവാണ്. ഈ ടയർ അഴിക്കാനായിട്ട് ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ വാഹനം ജാക്കി വെച്ച് ഉയർത്തുകയല്ല ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നട്ടുകൾ നമ്മൾ ലൂസാക്കണം. ലൂസാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫുള്ള് ലൂസാക്കാൻ പാടില്ല. ഒരു ത്രെഡ് അല്ലെങ്കിൽ 2 ത്രെഡ് അഴിക്കുന്ന രീതിയിൽ, അതായത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അധികം കയറി നിന്ന് ചവിട്ടി ഊരാൻ പാകത്തിലുള്ള ബലത്തിലല്ലാതെ നട്ടുകൾ നമുക്ക് ലൂസാക്കി എടുക്കാം. അതിന് നമുക്ക് ഓൾറെഡി ഇവർ തന്നെ ഇതിൻ്റെ ടൂൾ കിറ്റിനകത്ത് ഇതുപോലെയുള്ള ഒരു സ്പാനർ പോലൊരു സാധനം തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നട്ട് നമ്മൾ ലൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇത് ക്ലോക്ക് വൈസിലാണ് നമ്മൾ ഈ സംഭവം, കൗണ്ടർ ക്ലോക്ക് വൈസാണ് നമ്മൾ ഈ സംഭവം അടിക്കുന്നത്. ഓക്കെ, ഓക്കെ, നമ്മൾ ഈ 4 നട്ടും ഇങ്ങനെ ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനം നമുക്ക് കുറച്ച് ഉയർത്തണം. അതിനുവേണ്ടി നമുക്കിവിടെ ഓൾറെഡി ജാക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ജാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വാഹനം നമുക്ക് പൊക്കി കുറച്ച് ഹൈറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ജാക്ക് വെക്കുന്നതിനൊരു ഭയങ്കര പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ സൈഡ് ബോഡിയിൽ എവിടെ വേണമെങ്കിലും ജാക്ക് വെക്കാം. സാധാരണ അങ്ങനെ വെച്ച് കാണാറുണ്ട്, ഒരിക്കലും അങ്ങനെ വെക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള വാഹനങ്ങളിലൊക്കെ മിക്ക സ്ഥലങ്ങളും പൊള്ളയാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡ് കൂട്ടി വെക്കുമ്പോഴത്തേന് ആ സൈഡ് ബോഡി ഡാമേജ് ആകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കമ്പനി തന്നെ നിഷ്കർഷിച്ചിരിക്കുന്ന പോയിൻറ്റുകളുണ്ട്. അപ്പോൾ ഫ്രണ്ട് 4 വശത്തും ജാക്ക് വെക്കേണ്ട പോയിൻറ്റ്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാലും വാഹനത്തിൻ്റെ ഇവിടെ നമുക്ക് ഇച്ചിരി താഴെ ലോ ആംഗിളിൽ നിന്ന് നമുക്കത് കാണാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ബെൻഡ് പോലൊരു സംഭവം വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ജാക്ക് നമ്മൾ അവിടെയാണ് ഉറപ്പിക്കുന്നത്. ഇപ്പോൾ ജാക്ക് എടുത്ത് നോക്കിയാലും ഈ ജാക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, നമ്മൾ ജാക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വെട്ടുണ്ട്. ഈ വെട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയാണ് ജാക്കിനകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ടത്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് തിരിച്ച് നമ്മളിത് കണ്ടോ, ഇത് നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് ജാക്കി ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു തടിക്കട്ട വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തടിക്കട്ട ഞാൻ ഓൾറെഡി വണ്ടിക്കകത്ത് സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ റോഡിലൊക്കെയാണ്, അല്ല റോഡ് സൈഡിൽ മണ്ണിൽ ഇറക്കി നിർത്തിയാണ് ജാക്കി വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ബേസ് കൊണ്ട് ഈ വാഹനത്തിൻ്റെ വെയിറ്റ് കൊണ്ട് ജാക്കി കുഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജാക്കി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് മണ്ണുള്ള സ്ഥലങ്ങളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജാക്കി താഴോട്ട് ഇറങ്ങാതിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു പീസ് കഷ്ണം ഇതുപോലെയുള്ള ഒരു പട്ടികയോ എന്തെങ്കിലും ഒരു പീസ് വണ്ടിക്കകത്ത് സൂക്ഷിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഇവിടെ ഇത് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഓൾറെഡി ജാക്കി ഇവിടെ കൊണ്ട് വെച്ചു. അതിന് ശേഷം നമ്മളിതിനെ തിരിച്ച് ഉയർത്തുകയാണ്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു പോർഷനിൽ ജാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ടൂള് ഇതുണ്ട്, ഇങ്ങനെ ഒരു ടൂളും കൂടെ നമുക്ക് തരുന്നതായിരിക്കും. ഈ ടൂള് കൊണ്ട് നമ്മൾ ഈ ഒരു ഹോൾഡിനകത്ത് ഇടുക. ഓക്കെ,
ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഈ വീല് അഴിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ സ്പാനർ ആ ഒരു സംഭവത്തിന് ഇവിടെ ഒരു ഹോളും ഉണ്ട്, നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. ഓക്കെ, ഇതിന് ശേഷം നമ്മളിത് എങ്ങനെ തിരിക്കുകയാണ് വേണ്ടത്. വളരെ ഈസി ആയിട്ട് തിരിക്കാം. ഇത് എന്താ പറയുന്നത്, ഒട്ടും കട്ടിയില്ല കേട്ടോ ഈ സംഭവം. ഈ ജാക്കി നമ്മൾ വണ്ടിയുടെ ജാക്കി ഉയർത്തുമെന്ന് പറയുന്നതിന് ഒട്ടും കട്ടിയില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആയാസമുള്ളൊരു പരിപാടിയാണ്. ഈസി ആയിട്ടാണെങ്കിലും കുറേ നാൾ പണിയെടുക്കാതിരുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം കായികാരോഗ്യമുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ജാക്കി ഉപയോഗിച്ച് നമ്മൾ ഈ വാഹനം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, വിരൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഒരു 1 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ പൊക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ അത്രയും പൊക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് മാറാനായിട്ട് പറ്റും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിന് നട്ട് ലൂസാക്കി വെച്ചിട്ടാണ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതുണ്ടോ നമുക്ക് ഈ നട്ടുകൾ 4 നട്ടുകളാണുള്ളത്. ഈ 4 നട്ടുകളും നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ 4 നട്ടുകൾ നമ്മൾ അഴിച്ചെടുത്തു. അങ്ങനെ വീല് നമുക്ക് ഈ വീൽ ഡിസ്കിൽ നമുക്ക് ഊരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ ചെരിച്ചൊരു വശത്തേക്ക് ഇടേണ്ടതാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നല്ല ടയറിനെ എടുത്ത് അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ റിവേഴ്സ് പ്രക്രിയയാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പുതിയ ടയറാണ്, സ്പെയർ ടയറായിട്ട് വാഹനത്തിലിരുന്നാണ്. ഞാനിതാണ് അങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ പോകുന്നത്. ഇതുണ്ടോ, നമ്മൾ ഈ ടയർ എടുത്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ നമ്മളിടുക. കൈ കൊണ്ട് ടൈറ്റാക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ ഈ നട്ടുകൾ ടൈറ്റാക്കുക. ഓപ്പോസിറ്റ് നട്ടുകൾ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. മുകളിലിട്ട് കഴിഞ്ഞാൽ അടുത്തത് താഴെ ഇടുമെന്നാണ് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കൈ കൊണ്ട് മുറുക്കാൻ പറ്റുന്ന അത്രയും മുറുക്കുക കേട്ടോ. ഇപ്പം 4 നട്ടുകളും ഞാൻ മുറുക്കിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടുമ്പം നമ്മളെപ്പോഴും ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ചെങ്കിലും ഹൈറ്റ് കൂടുതൽ കൂട്ടാനായിട്ട് നോക്കുക. കാരണം വെച്ചാൽ ടയർ താന്നിരിക്കുമ്പോൾ പഞ്ചറായിട്ടുള്ള ടയറിന് കുറച്ച് ഹൈറ്റ് മതി ഊരിയെടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ ഫുള്ളായിട്ടിരിക്കുന്ന ടയർ പക്ഷേ കുറച്ചുകൂടെ ഹൈറ്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടയർ എടുത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ജാക്കിയുടെ ഹൈറ്റ് കൂട്ടുന്ന സമയത്ത് നിങ്ങളെപ്പോഴും കുറച്ചധികം കൂട്ടി വെക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി 4 നട്ട് നമ്മൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലൂസാക്കുക. അതായത് ഈ ജാക്കി കുറച്ച് നമ്മൾ താഴോട്ട് ഇറക്കുക. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് നമുക്ക് ജാക്കി തിരിച്ച് ഈ വാഹനം നമുക്ക് താഴോട്ട് ഇറക്കാം. നമ്മളിതിങ്ങനെ താക്കുന്നതിനനുസരിച്ച് വാഹനം എന്താണ്ട് ഹൈറ്റ് കുറഞ്ഞ് ടയർ നിലത്ത് തൊടാനായിട്ടുള്ള ഒരു കാര്യം വരെ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, ഫുള്ളായിട്ട് ജാക്കി ഇറക്കാൻ പാടില്ല. ഒരു ജാക്കിയുടെ സപ്പോർട്ടോടുകൂടി ടയർ നിലത്ത് മുട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട, ഇപ്പോൾ ഏകദേശം ടയർ നിലത്ത് മുട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം നമുക്ക് ഇത് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ജാക്കി ഫുള്ള് അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ബോഡി വെയിറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ലിവർ വെച്ച് ചവിട്ടി താത്ത് നമുക്ക് ടൈറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് അതിന് മുമ്പ് തന്നെ ജാക്കി കംപ്ലീറ്റ് നമുക്ക് ഊരിയെടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് ജാക്കി ഊരിയെടുത്തിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഫുൾ ടൈറ്റിൽ, കാരണം വാഹനമൊക്കെ നല്ല വേഗത്തിൽ ഓടുന്നില്ല, അപ്പം നമുക്ക് കുറച്ചുകൂടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം.
അപ്പോൾ 4 ടയർ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ടയർ മാറി തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീൽ കപ്പ് പ്ലേസ് ചെയ്യാണ് ചെയ്യേണ്ടത്. വീൽ കപ്പ് നമ്മൾ ഓരോ വണ്ടിക്ക് ഓരോ ടൈപ്പിലാണ് വീൽ കപ്പ് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രസ് ലോക്കാണ്. പ്രസ് ലോക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു ടാഗും കൂടെ വേണം. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി തീർന്നില്ല. ഇറക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തിരിച്ച് അതുപോലെ വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത ടയർ നമ്മൾ തിരിച്ച് അതേപോലെ നമ്മൾ ഡിക്കിക്കകത്ത് നമ്മൾ കൊണ്ടുവെക്കണം. അത് തിരിച്ച് വണ്ടി കട്ടറിലൊക്കെ ചാടുമ്പോൾ താഴെ ഇരിക്കാൻ വേണ്ടി തിരിച്ച് അതേപോലെ ലോക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ടൊരു വാഹനത്തിൻ്റെ ടയർ മാറുന്നത്. നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ആർക്കും ഏതെങ്കിലും സമയത്തിൽ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടിരിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു പരസ്യം തന്നെ ഉണ്ടല്ലോ, ഒരു കൊച്ചു പെൺകുട്ടി ടയർ മാറുന്നത്. നമ്മൾ വാഹനമുള്ള എല്ലാ വീടുകളിലെയും ആൾക്കാർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക അറിവാണ്. അപ്പം ഇത് അറിവുള്ളവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ നിങ്ങളിതിനെ ഓർത്ത് പുച്ഛിക്കേണ്ട. കാരണം വെച്ചാൽ അറിയാൻ മേലാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമ്മളിതിനകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിർദ്ദേശങ്ങളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് എഴുതാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.